ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന, അതായത് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ രേവതി ആ വലിയൊരു സത്യം അറിയാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല നമ്മളെ രേവതി അറിയുന്ന സത്യം. സച്ചി ആ ഒരു മാല പണയം വെച്ചത് അതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ഒരു സത്യമാണ് നമ്മുടെ രേവതി തിരിച്ചറിയാൻ പോകുന്നത്. അതും പിന്നെ നമ്മുടെ ശ്രുതിയുടെയും ജീവിതം. അവർ വിവാഹിതരാവാൻ പോവുകയാണ്. അപ്പം അതിലേക്കുള്ള വഴികൾ എങ്ങനെയാണ് നമ്മുടെ ശ്രുതി വലയിൽ വീഴ്ത്തുന്നത്. ശ്രുതിനെ മാത്രം വലയിൽ വീഴ്ത്തിയാൽ പോരാ, ചന്ദ്രനെയും കൂടി വലയിൽ വീഴ്ത്തണം. അപ്പം ആ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പം നടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നാളെ കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ കുറേ ഏറെ അവർ സംസാരിച്ചു, അവരുടെ മനസ്സ് തുറന്ന് സംസാരിച്ചു. ശ്രുതിയുടെ വിഷമങ്ങളെല്ലാം ശ്രുതിയോട് പറയുകയും അത് ശ്രുതി കേൾക്കുകയും എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എല്ലാ പെണ്ണുങ്ങളെയും ഒരുപോലെ കാണരുത് ശ്രുതി, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ഒന്നുമല്ല. ഞാൻ നിൻ്റെ കൂടെ ഇപ്പം നടക്കുന്നത് നിൻ്റെ പണം കണ്ടിട്ടാണോ? നീ ഇപ്പം നിൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിൻ്റെ മാക്സിമം അങ്ങേയറ്റത്തൊരവസ്ഥയിലാണ് നീ ഇപ്പം നിൽക്കുന്നത്. കാരണം നിൻ്റെ കയ്യിൽ പണമില്ല, ജോലിയില്ല. എന്നിട്ടും ഞാൻ നിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിൻ്റെ ആ ഒരു പണം കണ്ടിട്ടല്ല. പക്ഷേ എന്തോ എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് റിലാക്സ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്തോ ഒരു ഫീല് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്, അതുകൊണ്ട് നീ എന്നെ അത്തരത്തിൽ കാണരുതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇവർ തമ്മിൽ പിരിയുന്നത് തന്നെ നമ്മുടെ ശ്രുതിക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ്. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, ആ ഒരു ഗിഫ്റ്റ് മേടിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിരിയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഗിഫ്റ്റ് വെറും ഒരു ഗിഫ്റ്റ് അല്ല, എൻ്റെ ഹൃദയം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പറയാതെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ ഡയറക്റ്റായിട്ട് പറയുന്നില്ല, എങ്കിൽ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് താനും. ഏതായാലും ശ്രുതിയോടും ഒരു ചെറിയ സ്നേഹമൊക്കെ മുള പൊട്ടി തുടങ്ങുകയാണ് ഈ ഒരു മീറ്റിന് ശേഷം ഈ ഒരു കാഴ്ച, ഈ ഒരു എന്താ പറയുക, ഈ ഒരു കൂടി ഒത്തുചേരലിന് ശേഷം അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ നമ്മുടെ ശ്രുതിയോട് തോന്നുന്നുണ്ട്. സോഫ്റ്റ് കോർണർ മാത്രമല്ല, എന്തോ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അവരങ്ങനെയാണ് അവിടെ നിന്ന് പിരിയുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെ തന്നെയാണ്. അപ്പോൾ രേവതി ആയിക്കോട്ടെ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കാണാൻ ഇടയാകുന്നു. അങ്ങനെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കണ്ട ഉടനെ തന്നെ വിശേഷമൊക്കെ തിരക്കുകയാണ്. അങ്ങനെ വിശേഷമൊക്കെ തിരക്കി എല്ലാം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ആൻറ്റിക്ക് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആൻറ്റിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൻറ്റി സുഖമായിട്ടിരിക്കുന്നു, ഞാനിപ്പം ഹോസ്പിറ്റലിൽ പോവാം മോളെ, ആൻറ്റിക്ക് ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ ആൻറ്റി സുഖമായിട്ടിരിക്കുന്ന അല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെ ആൻറ്റി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മോളുടെ ഹസ്ബൻഡിനോടായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനോടോ? അതെന്താ അങ്കിൾ അങ്ങനെ പറയുന്നത്? അത് വേറൊന്നുമല്ല, മോളുടെ ഹസ്ബൻഡ് കാരണമാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അതെന്താ അങ്കിൾ? അത് വേറൊന്നുമല്ല, മോളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, മോള് വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് തരം താഴ്ന്നൊരു മനുഷ്യനൊന്നുമല്ല, ഒരു നല്ല ഹൃദയമേ സച്ചിക്കുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഞങ്ങളുടെ മുന്നിലെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ സച്ചി. സത്യത്തിൽ ഞങ്ങളുടെ ദൈവമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു സമയത്ത് വന്ന് സച്ചി ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. അവൻ തന്ന ആ ഒരു ആ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചെടുത്തത് എന്ന് പറഞ്ഞിട്ട് ആ കഥ പറയുകയാണ്. വേറൊന്നുമല്ല, ആ കഥ പിന്നെ നമ്മളെ കാണിക്കുകയാണ് കേട്ടോ. അതായത് നടന്ന സംഭവം പിന്നെ കാണിക്കുകയാണ്. സച്ചി ഇങ്ങനെ പെട്ടെന്ന് രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കണ്ടതും രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ വളരെ വിഷമത്തോടു കൂടി സങ്കടങ്ങളൊക്കെ പറയുന്നു. എന്ത് ചെയ്യാനാ മോനെ, ബില്ല് അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പൈസ അടച്ചില്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ടെസ്റ്റുകളൊന്നും നടക്കില്ല, അതുപോലെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. എന്താണെന്ന് അറിയില്ല എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്, പൈസ എൻ്റെ കയ്യിലില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിന്നപ്പോഴാണ് പെട്ടെന്ന് അവനെ കണ്ടതും അവനോടിത് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ അവൻ ചെയ്തു. വേറൊന്നുമല്ല, മാല പണയം വെച്ചാണ് എൻ്റെ ഭാര്യയ്ക്ക് ബില്ലടയ്ക്കാൻ പൈസ തന്നത്. അപ്പോൾ ആ ഒരു സീനും കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചി ആ ഒരു പണയം വെക്കുന്ന കടയിൽ പോയി ഓടി ആ മാല പണയം വെച്ച്
അതായത് ആ മാല പണയം വെക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കുറച്ച് സംഭാഷണവും കാണിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ ആ ഒരു പുള്ളിക്കാരനോട് പറയുന്നുണ്ട്, എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അത്രയും രൂപ തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കാരണം എനിക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് മേടിക്കുന്നത്. അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, രേവതിയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും, അപ്പോൾ രേവതീനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രേവതീനെ അറിയുകയൊക്കെ ചെയ്യാം. എന്ത് ചെയ്യാനാ ചേട്ടാ, ഞാൻ ആകെ പെട്ടൊരവസ്ഥയാന്നിങ്ങനെ ആ ഒരു പണയം വെച്ച ആ ഒരു ചേട്ടനോട് പറയുകയാണ്, ആ ഒരു ഫൈനാൻസിൽ ചെന്ന ആ ഒരു ഫൈനാൻസിനോട് പറയുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ അയാൾ പറയുന്നുണ്ട്, തനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഭാര്യ തന്നെയാണ്, തനിക്ക് അതുപോലെയുള്ളൊരു ഭാര്യനെ കിട്ടിയത് തന്നെ ഭാഗ്യമാണ്, കാരണം അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയാണ് നമ്മുടെ രേവതി എന്ന് പറയുന്ന ആൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് പൈസയൊക്കെ രേവതിയുടെ പേരും കൂടെ പറഞ്ഞപ്പോൾ, അതായത് രേവതിനെ കൂടെ അറിയാവുന്നത് കൊണ്ടാണ് കുറച്ച് പൈസയും കൂടെ കൂട്ടിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രംഗം കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി ബില്ലടയ്ക്കുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി ആ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ്, നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും രേവതി അതിൽ വല്ലാണ്ടങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ. കാരണം രേവതി പെട്ടെന്നൊന്ന് ബാക്കിലേക്ക് ചിന്തിച്ചു, താൻ കുറ്റപ്പെടുത്തിയ കാര്യം വേറൊന്നുമല്ല, താൻ കുറ്റപ്പെടുത്തിയത് തൻ്റെ ഭർത്താവിനെ കള്ളു കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി പണയം വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെച്ച് വഴക്കുണ്ടാക്കിയ കാര്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ രേവതി ഓർക്കുകയാണ്. എന്നിട്ട് തനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ എന്നാണ് നമ്മുടെ രേവതി പെട്ടെന്ന് ചിന്തിക്കുന്നത്. അതും അയാൾ പറഞ്ഞു, നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നല്ലൊരു മോൻ തന്നെയാണ് സച്ചി, അവനെപ്പോലെയുള്ളൊരു ഭർത്താവിനെ കിട്ടിയത് നീ ചെയ്ത ഏതോ ജന്മത്തിലെ പുണ്യമാണ് മോളെ, നിൻ്റെ സ്വഭാവവും അതുപോലെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം അതുപോലുള്ളൊരു ഭർത്താവിനെ നിനക്ക് കിട്ടിയത്, എന്തുകൊണ്ടും നീ എത്തിപ്പെട്ടിരിക്കുന്നത് സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആയിക്കോട്ടെ പുള്ളിക്കാരനോട് പറഞ്ഞു കേട്ടോ, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ കുറച്ച് പ്രശ്നങ്ങളും വഴക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇതിൻ്റെ പേരിൽ, അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു മോളെ, എന്നോട് രവീന്ദ്രൻ വന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ രവീന്ദ്രനോട് ഞാൻ ഇതൊക്കെ പറയാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല, രവീന്ദ്രൻ ഒരിക്കലും അറിയരുതെന്ന് സച്ചി പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് മോളെ ഞാൻ ഇതൊക്കെ പറയാതിരുന്നത് രവീന്ദ്രനോട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെന്താ അച്ഛൻ അറിഞ്ഞാൽ? അതെനിക്കറിയില്ല, അവൻ പറഞ്ഞു പറയണ്ട എന്ന്, പക്ഷെ നിന്നോട് പറയണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഏതായാലും ഇത് നിന്നോട് പറയുന്ന ഉചിതം എനിക്ക് തോന്നി, ഏതായാലും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം, ഒരിക്കലും ഞാൻ ഈ കാര്യം അറിയുമായിരുന്നെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തില്ലായിരുന്നു, ഒരിക്കലും ഞാൻ തള്ളി പറയില്ലായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ, അതായത് കള്ളു കുടിച്ചിട്ട് കൂത്താടി പൈസ കളയാൻ വേണ്ടി എടുത്തതാണെന്നാണ് ഞാൻ ഓർത്തത്, അല്ലാതെ ഒരിക്കലും ഞാൻ വേറെ ഒന്നുമല്ല ചിന്തിച്ചത്, ഏതായാലും നല്ല കാര്യമാണ് ചെയ്തേക്കുന്നത്, സത്യമായിട്ട് ഇതറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് പണയം വെച്ച് തന്നേനല്ലോ, ഞാൻ തന്നെ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് തന്നേനല്ലോ, പക്ഷേ ഞാനിത് അറിയാതെ പോയി, അതുകൊണ്ടാട്ടോ ഞാൻ, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും സാരമില്ല മോളെ, മോൾക്ക് അറിയില്ലായിരുന്നല്ലോ, ഏതായാലും എൻ്റെ ഭാര്യ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, അതിനെനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, മോളോടും അതുപോലെ രവീന്ദ്രനോടും ഏറ്റവും കൂടുതൽ കടപ്പാട് സച്ചിയോടൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിരിയുന്ന ആ ഒരു രംഗമാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശ്രുതി ഭാമയുടെ വീട്ടിൽ ഭാമേനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര കയറി വരുന്നു. അപ്പം ചന്ദ്ര കയറി വന്നിട്ട് ചന്ദ്രയുടെ ഭയങ്കര വിഷമമൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ, അപ്പം ചന്ദ്ര വിഷമങ്ങളെല്ലാം കൂടെ ഇറക്കി വെക്കാനാണ് ഭാമയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഭാമയുടെ അടുത്തേക്ക് വന്ന് വിഷമങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് പറയാനൊരു മടി. അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, നീ മടിക്കാതെ പറ, ഇവള് സത്യത്തിൽ എൻ്റെ വീട്ടിലൊരു അംഗത്തിനെ പോലെ തന്നെയാണ് ഇപ്പം, ഇവൾ എന്തെങ്കിലും അറിഞ്ഞെന്നോർത്തോണ്ട് ഒരു കുഴപ്പമില്ല, ശ്രുതി എന്തെങ്കിലും അറിഞ്ഞെന്നോർത്ത് ഒരു കുഴപ്പമില്ല, അവൾ നല്ല കുട്ടിയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എനിക്ക് വേറെ ഒന്നുമല്ല ഭാമ വിഷമം, എൻ്റെ മോൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാ, അവനൊരു വലിയൊരു വീട്ടിൽ നിന്ന് ആലോചന വന്നാൽ അത് ഇങ്ങനെയായി പോയല്ലോ, എന്ത് ചെയ്യാനാ എനിക്കറിയില്ല, എൻ്റെ മോനെ ഒരു കരയ്ക്ക് എത്തിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കൂടി പറ്റത്തില്ല, അതുമല്ല ആ സച്ചിയില്ലേ അവൻ ഓരോ ദിവസവും എൻ്റെ മോനെ കളിയാക്കി കൊന്നുകൊണ്ടിരിക്കുക, അത് കേൾക്കുമ്പോഴാണ് സത്യത്തിൽ എനിക്ക് ദേഷ്യം വരുന്നത്, ആ ഒരു ഡ്രൈവർ വീട്ടിൽ കയറി വന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും അപമാനിച്ചിട്ടും എനിക്ക് അത്രയ്ക്ക് ദേഷ്യം തോന്നിയിട്ടില്ല, പക്ഷേ ആ സച്ചി ഉണ്ടല്ലോ, അവനെൻ്റെ കുഞ്ഞിനിട്ട് ഇടയ്ക്ക് കുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ കലി വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ, അതായത് അത്രയും സംസാരിച്ചതിന് ശേഷം ഒരു സീൻ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. സച്ചി അങ്ങനെ ആ ഒരു മാല പണയം എടുക്കാൻ വേണ്ടി ആ ഒരു ഫൈനാൻസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു ഫൈനാൻസിലേക്ക് ചെന്നിട്ട് ആ ഒരു പണയം വെച്ച കടയിലേക്ക് ചെന്ന് മാല എടുക്കുന്നു.
അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങേർക്ക് പൊതിരം കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, രേവതിയോട് സത്യങ്ങളൊക്കെ പറഞ്ഞതിന് പൊതിരം കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങളുടെ ഇവിടുന്ന് പണയം എടുത്തതിനാണോ നിങ്ങൾ അവളോട് ചെന്ന് പറഞ്ഞത്? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് അവളോട് മമതയുണ്ടെങ്കിൽ ആ മമത വെച്ചുകൊണ്ടിരുന്നാൽ മതി, എൻ്റെ കുടുംബത്തിൽ കയറി ഇടപെടരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ അയാളോട്. എന്നിട്ട് അവിടെ നിന്ന് മാല പണയം എടുക്കുക, അവിടെ നിന്ന് മാല പണയം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം അവിടുത്തെ കുറച്ച് സംഭാഷണം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും നേരെ പോകുന്നത് നമ്മുടെ ഭാമയുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഭാമയുടെ അടുത്തേക്ക് അവിടെ ചന്ദ്രയും ശ്രുതിയും നമ്മുടെ ഭാമയും ഉണ്ടല്ലോ. അങ്ങനെ ശ്രുതി ചന്ദ്രയോട് പറയുകയാണ്, എന്തായാലും അമ്മയുടെ മകനെ നല്ലൊരു മകൻ തന്നെയാണ്, അതുമല്ല അമ്മയുടെ മകൻ അമ്മ ഇത്രയ്ക്കധികം സ്നേഹം കൊടുക്കുന്നുണ്ടല്ലോ, അത് അമ്മയുടെ മകൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇത്ര നല്ലൊരു അമ്മേനെ കിട്ടിയല്ലോ, അതിനൊക്കെ ഭാഗ്യം ചെയ്യണം. ഞാനൊക്കെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ എത്ര നാൾ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പം മോക്ക് അമ്മയില്ലേ എന്നിങ്ങനെ ചന്ദ്ര ചോദിച്ചപ്പം അമ്മ എനിക്കുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ ഒരു സമയത്തൊന്നും എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴാണ് എൻ്റെ അമ്മ ക്യാൻസറിൻ്റെ കാര്യം എന്നോട് തുറന്നു പറയുന്നത്. അപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞു പോയിരുന്നു. പിന്നെ എൻ്റെ അച്ഛനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നെക്കാളും ചെറിയൊരു പെങ്കൊച്ചിനെ വിവാഹം കഴിച്ചു. വലിയൊരു കോടീശ്വരനാണ് എൻ്റെ അച്ഛൻ. കോടീശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ ബിസിനസ്സുകൾ നോക്കി നടത്തുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, എല്ലാം എൻ്റെ പേരിൽ എഴുതി വെക്കാം, ചെല്ലാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ചെല്ലില്ല, എൻ്റെ അഭിമാനമേ അതിന് സമ്മതിക്കില്ല. എനിക്കവിടെ ചെല്ലേണ്ട കാര്യമില്ല, ഞാൻ ചെല്ലത്തുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല. ഒരു സ്വത്തും പണവും എനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രയുടെ മനസ്സിൽ ലഡി പൊട്ടുവാണ്. വേറൊന്നുമല്ല, അപ്പം ശ്രുതി ഒരു കോടീശ്വരൻ്റെ മകളാണ് എന്നറിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു അതിശയം തോന്നിപ്പോവാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ചന്ദ്ര ഒന്ന് നമ്മുടെ ശ്രുതിനെ പിടിക്കാൻ നോക്കും. വേറൊന്നുമല്ല, അത്രയും സ്വത്തുക്കളൊക്കെ ഉള്ളൊരു കോടീശ്വരൻ്റെ മകളല്ലേ. കോടീശ്വരൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ കോടീശ്വരനെ. ഏതായാലും ഈ ഒരു മകളെ ഉള്ളു താനും. അപ്പം പിന്നെ ഏത് വഴിയിൽ പോയാലും ഈ ഒരു മകൾക്കാണല്ലോ സ്വത്ത് വരുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, മോളെന്തിനാ മോളെ ഇങ്ങനെ അനാഥയെ പോലെ നടക്കുന്നത്? അത്രയും സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനൊരു തെറ്റ് പറ്റിയതായിരിക്കും, അതൊക്കെ ക്ഷമിച്ച് ഇപ്പോൾ അച്ഛനെ മോൾക്ക് സ്വീകരിച്ചൂടെ? അച്ഛൻ ഇപ്പോൾ അതിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, മോളെ സ്വീകരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ അച്ഛൻ മോളെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. കാരണം ആ സ്വത്തുക്കളൊക്കെ എന്താണെങ്കിലും എനിക്ക് കിട്ടാനുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോടും എന്നോട് ചെയ്ത ക്രൂരത, എൻ്റെ അമ്മ മരിച്ച് 2 മാസം കഴിയുന്നതിന് മുമ്പ് ആ ഒരു സ്ത്രീയെ, എന്നെക്കാളും 2 വയസ്സിന് പ്രായം കുറവായ സ്ത്രീയെ കൊണ്ടുപോയില്ലേ, അതെനിക്കൊരിക്കലും സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കള്ളക്കണ്ണീരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിൽ നമ്മുടെ ചന്ദ്ര വീഴും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, മോൾക്ക് അമ്മയില്ലെങ്കിലും മോളിനി എന്നെ മേഡം എന്നൊന്നും വിളിക്കേണ്ട, ആൻറ്റീന്ന് വിളിച്ചാൽ മതി, മോൾക്ക് എന്തിനും ഏതിനും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. കള്ളി ശ്രുതി എന്ന് വേണം പറയാൻ. എല്ലാം പൊട്ടക്കള്ളമാണ്. പൊട്ടക്കള്ളം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കൂട്ട് കള്ളമാണ് നമ്മുടെ ശ്രുതി അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കള്ളം കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ ജീവിതം മറിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നാളത്തെ വിശേഷം വന്നിരിക്കുന്നത്. ഏതായാലും നമ്മുടെ സച്ചി ആ മാലയുമായി പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മുടെ രേവതിയുടെ വീട്ടിലേക്കാണ്. രേവതിയുടെ വീട്ടിൽ ആ മാല കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളുടെ ഒരു കോപ്പും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ മാല അവിടെ കൊടുത്തിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോരും. ഏതായാലും നമ്മുടെ ലക്ഷ്മി എന്താ പറയുക, രേവതിനെ വഴക്ക് പറയല്ലേ, രേവതിക്ക് 2 കൊടുക്കുക തന്നെ വേണം ലക്ഷ്മി. അതുപോലെ ആയിപ്പോയി, ലക്ഷ്മിക്ക് മുഖത്തടിച്ച പോലെ ആയിപ്പോയില്ലേ ആ മാല കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും. അതും തൻ്റെ മകള് കാരണമല്ലേ ഇതൊക്കെ. ഏതായാലും ഇതൊക്കെ അറിഞ്ഞിട്ടില്ല നമ്മുടെ രേവതി ഒന്നറിഞ്ഞു, നമ്മുടെ സച്ചി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സച്ചി ചെയ്തതൊരു നല്ല കാര്യമാണെന്ന്. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ ഇനി പതുക്കെ പറയാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ നമ്മളൊരു ചെറിയ വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പ്രകാരമൊക്കെയാണ് തുടങ്ങിയത്. അപ്പം കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഷോർട്ട് വീഡിയോസും വ്ളോഗ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.